നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൊന്നി, നീ പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ. പൊന്നി, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അച്ഛന് വെച്ച വെള്ളത്തിന് ചൂടുണ്ടച്ചാ? ഈ ഒരു കാലാവസ്ഥ എനിക്ക് ഈ ചൂട് പോരാ മോളെ. ചൂടുവെള്ളം വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങനെ ഇപ്പം ആരും എഴുന്നള്ളിച്ചോണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാനിവിടെ കൊച്ചാകാൻ പോകുന്നില്ല. എന്തായാലും നോക്കട്ടെ. പപ്പിമോളെ, ചേച്ചമ്മേ, സത്യടമ്മേ, മോളെ. സത്യടമ്മേ, ഞങ്ങള് ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ തന്നെ വേണം. മിടുക്കി കുട്ടി. ഞാനല്ലാതെ ആരാ പിന്നെ സത്യ സഹായിക്കാനുള്ളേ? എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? പപ്പിമോളെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളതുകൊണ്ട് മോൾ ഉച്ചയ്ക്ക് പട്ടിണി കിടന്നില്ലല്ലോ എന്ന് അമ്മ മനസ്സിൽ ഓർത്തതാ. എന്നിട്ട് രണ്ടുപേർക്കും വിശപ്പ് മാറിയായിരുന്നോ? വിശപ്പൊക്കെ മാറി. പക്ഷെ അമ്മേ, പപ്പിയുടെ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ തന്നെയാ. അതേ രുചി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ, അത് പിന്നെ അമ്മയെ പോലെ തന്നെ കൈപ്പുണ്യം ഉള്ളതായിരിക്കും പപ്പിമോളുടെ ചേച്ചിയമ്മേ. അതെ അതെ. അമ്മ എന്നാ വരിക? ഇനി 1-2 ദിവസം കൂടി ഉണ്ട് മോളെ. അമ്മയ്ക്ക് ജോലിയുണ്ട്. അത് കഴിഞ്ഞ സത്യമോളുടെ അടുത്തേക്ക് അമ്മ വരും. ഓക്കെ ഓക്കെ, 1-2 ദിവസത്തേക്കല്ലേ? അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് മോശമാണെങ്കിൽ പപ്പിയുടെ ചേച്ചിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ പറഞ്ഞെന്ന് കരുതി അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ടാട്ടോ. വീട്ടിലേക്ക് വിളിച്ച് ശാരദാമ്മ വഴക്കും പറയരുത്. ഇല്ല മോളെ. ഉമ്മ ഉമ്മ. അമ്മ വെക്കട്ടെ, ലഞ്ച് ബ്രേക്ക് കഴിയാറായി. ശരി മോളെ. സത്യയുടെ അമ്മയും എന്റെ ചേച്ചിയമ്മയും ഒന്നാണെന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാ സത്യയോട് പറയാ? അറിഞ്ഞാ അവൾക്ക് സന്തോഷാവും. ക്ലാസ്സിലേക്ക് പോവാം. കുഞ്ഞെ, ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം. എങ്കിലും എല്ലാവരുടെയും വിഷമം കണ്ട് ചോദിക്കാം. പിന്നെ സത്യമോളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്താന്ന് വെച്ചാ സത്യാമ്മയോട് പറഞ്ഞിട്ട് കുഞ്ഞിന് കാർത്തിക ഒഴിവാക്കി പഴയ പോലെ ഇവിടെ കഴിഞ്ഞൂടെ വിഷ്ണു കുഞ്ഞിന്റെ കൂടെ? അങ്ങനെ ഒറ്റ വാക്കില് തീരുന്നതല്ല അതിനുള്ള ഉത്തരങ്ങളൊന്നും. തടസ്സങ്ങള് ഒരുപാടുണ്ട്. ഈ അഴിക്കാൻ പറ്റാത്ത കുരുക്കുകൾ പോലെ. മതി, ഒരെണ്ണം മതി. പൊന്നി, വിഷ്ണു വന്നില്ലേ? വിളിച്ചപ്പോ ഇപ്പൊ വരാന്നാ പറഞ്ഞ്. വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും ഊണുമേശയ്ക്ക് മുന്നിൽ വന്നാലേ ഇവിടെ സാധാരണ ഭക്ഷണം വിളമ്പാറുള്ളൂ. കൂട്ടുകുടുംബത്തിൽ അങ്ങനെയുള്ള ചിട്ടയും വട്ടങ്ങളും ഒക്കെ ഉണ്ട്. പൊന്നിയെന്താ അതൊന്നും ശ്രദ്ധിക്കാതിരുന്നത്? വിഷ്ണു, കാർത്തിക വന്നില്ലേ? വരുമായിരിക്കും. എടാ, നീ അവളെ വിളിച്ചില്ലേ?
എടാ നീ വിളിക്കാത്തോണ്ട് അവള് വിഷമിച്ചിരിക്കായിരിക്കും. എടാ വിഷ്ണു, നീ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം. നിന്നെ വിശ്വസിച്ച് അവൾ ഇറങ്ങി പോന്നതാ, അല്ലാതെ തന്നിഷ്ടം കാട്ടി സ്വന്തം നിലനിൽപ്പ് നോക്കി നിന്നവളല്ല. പൊന്നി, നീ പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ. പൊന്നി, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അച്ഛന് വെച്ച വെള്ളത്തിന് ചൂടുണ്ടച്ചാ? ഈ ഒരു കാലാവസ്ഥ എനിക്ക് ഈ ചൂട് പോരാ മോളെ. ചൂടുവെള്ളം വേണ്ടിയിട്ടൊന്നുമല്ല, അങ്ങനെ ഇപ്പം ആരും എഴുന്നള്ളിച്ചോണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാനിവിടെ കൊച്ചാകാൻ പോകുന്നില്ല. എന്തായാലും നോക്കട്ടെ. പൊന്നി, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞായിരുന്നു. അത് സത്യാമ്മേ, ഞാൻ ഇപ്പൊ പോയി വിളിക്കാം. എന്തിനാ ഇപ്പൊ അങ്ങനെ പോയി വിളിച്ച ശീലം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുള്ള കാര്യം അറിയാവുന്നതാണല്ലോ. ഊണ് കഴിക്കുന്ന മുറിയിലേക്ക് വരാൻ വഴിതെറ്റി പോകുന്നോർത്തെ ഓട്ടോ വിളിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രാഘവേട്ടൻ ഈയിടെയായിട്ട് ഫലിത ബിന്ദുക്കളൊക്കെ വായിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. മാറ്റങ്ങളെല്ലാം അനിവാര്യമാണ്. അങ്ങനെ മാറാത്തവരെ നമ്മുടെ ഈ സമൂഹത്തിനും വേണ്ട. അത് നീയെന്നോർത്താൻ നല്ലതാ. ആ ദേ കാർത്തിക കുഞ്ഞു വരുന്നു. മോള് വാ, മോളിരിക്കെ. അങ്ങോട്ട് നീങ്ങി നിക്കടി. അങ്ങോട്ട് നീങ്ങി നിക്ക്. മോളിരിക്കും മോളെ. പൊന്നു പ്ലേറ്റ് എടുക്ക്. മോളെ, എന്തു പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്നെ? ഒരു തലവേദന. അയ്യോ, മരുന്ന് കഴിച്ചില്ലേ? ഓ, ശാലിനി, എനിക്ക് ആ കറി ഒന്ന് ഒഴിച്ച. പൊന്നി, കാർത്തിക് എന്താന്ന് വെച്ചാൽ വിളമ്പി കൊടുക്ക്. വിളമ്പി കൊടുക്ക് പൊന്നി. ചിലപ്പോ അതുപോലെ അറിയുന്നുണ്ടാവില്ല. രാഘവേട്ട, ജോലിക്കാരിയായിട്ടല്ല വിഷ്ണു ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. സത്യഭാമയുടെ മരുമോളായിട്ട് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.